ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. ഇതിവിടെ ഇപ്പോൾ നല്ല അടിപൊളി നെക്കിന് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല അടിപൊളി ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിൽക്കാണ് ടൈപ്പ് വരുന്നത്, ക്ലോത്ത് സിൽക്ക് ടൈപ്പാണ് വരുന്നത്. അതിൻ്റെ ലൈനിങ് വരുന്നത് ഷിഫോൺ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സൽവാറിനായിക്കോട്ടെ എന്ത് ഡ്രസ്സിനായിക്കോട്ടെ ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ലൈനിങ് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഫോൾഡ് ചെയ്യുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ടോപ്പിനാണെന്നുണ്ടെങ്കിൽ സൽവാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്ത് നോക്കുക, ടോപ്പിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ നോർമലി ഒരു 58 സൈസൊക്കെ വരുന്നവർക്കുള്ള ഒരു ടോപ്പാണ് ഞാനിവിടെ തയ്ക്കുന്ന ടോപ്പിൻ്റെ പേര് നമ്മൾ ബാജിക്കുറിയൊക്കെ ഇല്ലേ, കണ്ണൂർ ഫേമസ് ആണ് ബാജിക്കുറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് കേട്ടോ, കണ്ണൂർ സിറ്റിയിലൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 41 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തേക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത നെക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സൽവാറിൻ്റെ മെഷർമെൻറ്റ്സ്, ചെസ്റ്റ് സൈസും ഷോൾഡറിലും ആം ഹോളും നെക്കും ഒക്കെ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ച് പോവാം. കാരണം ഞാനിവിടെ വീഡിയോസ് എടുത്തിട്ട് പിന്നെ ഞാൻ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും ഭാഗം നമ്മൾ എപ്പോഴും ഇടാറുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നെക്ക് ഞാൻ വിടുത്തെടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. ബാക്ക് നെക്ക് ഇറക്കം 3.5 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഞാൻ 6 ഇഞ്ചാണ് ഇറക്കം എടുത്തേക്കുന്നത്. പിന്നെ ഷോൾഡർ 7 ഇഞ്ച്, ഷോൾഡർ ഇറക്കം 7 ഇഞ്ചാണ്. പിന്നെ നമുക്ക് എത്രയാണോ ചെസ്റ്റ് സൈസ് അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക 1 ഇഞ്ച് സീം അലവൻസ് അധികം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യുക. സ്ലിറ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് 20 ഇഞ്ചാണ് ഞാൻ മെഷർ ചെയ്ത് മാറ്റാറുള്ളത്. അതും കുറച്ച് നീളമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് മാത്രം മതിയാവില്ല കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് തിട്ടപ്പെടുത്തുക. അപ്പോൾ ഞാനിതൊരു ഏകദേശം മെഷർമെൻറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നെക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക, റൗണ്ട് നെക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മെഷർമെൻറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം കേട്ടോ. 1 സൈഡാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. കട്ട് ചെയ്യുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കട്ടിങ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്ക് വൈഡായിട്ടൊന്നും വരത്തില്ല കേട്ടോ. കാരണം നമ്മൾ ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി ആ ഒരു നെക്ക് വൈഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു തുമ്പ് കണ്ടോ, ഒരു തുമ്പ് ഒരു 1/2 ഇഞ്ചോളം തുമ്പ് അവിടെ വിട്ടിട്ട് വേണം നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട്. ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സെയിം ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ആം ഹോൾ കട്ട് ചെയ്യുക, ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ലൈനിങ് പീസ് മെയിൻ ക്ലോത്തുമായിട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ച് വീണ്ടും കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. ആ ഒരു പീസ് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നെക്ക് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈനിങ്ങോട്ട് ചേർത്ത് വെച്ച് കട്ട് ചെയ്താലും നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ലൈനിങ്ങിൽ വരുന്നത് ജോയിൻ്റാണ്. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമുക്ക് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൈനിങ് പീസും ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. അതായത് നല്ല വശത്തോട്ട് ലൈനിങ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോണിൻ്റെ അറ്റത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. വേറെ ഒന്നും അധികം കൂടുതൽ പണിയൊന്നും നമുക്കിവിടെ ചെയ്യേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്സും ടിപ്സൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ.
അതുപോലെ തന്നെ കമൻസും എഴുതാൻ മറക്കരുത്. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷനൊക്കെ പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് സ്പോട്ടിൽ കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇതാ ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്റ്റോണിൻ്റെ സൈഡിലായിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ വർക്കാണ്. ഈ ഒരു സ്റ്റോണൊക്കെ വരുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൂചി സ്റ്റോണിലൊന്നും തട്ടാത്ത രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല ഭംഗിയിൽ ഇതിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉള്ള സ്റ്റോൺ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു നെക്ക് ഞാനിതാ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാണ് കേട്ടോ. മുകളിലോട്ടായിട്ട് വെച്ച ആ ഒരു തുമ്പ് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ള ഒരു ഡൗട്ടും നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് അവിടെ ഉണ്ട്. നെക്ക് വൈഡായിട്ട് പോകാൻ ഒരു ചാൻസും അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഞാൻ യൂസ് ആക്കിയിട്ട് സക്സസ് ആയ കാര്യമാണ്. അപ്പോൾ ഇതാ നെക്കൊക്കെ ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. അതിനുശേഷം ഇതാ ക്ലോത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോസിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. വീണ്ടും വീണ്ടും അത് തന്നെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് സ്കിപ്പായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുട്ടി ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതാ ബാക്ക് പീസ് ഞാനിതാ ഇതുപോലെ തന്നെ ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, രണ്ട് സൈഡും ഒരുപോലെ വന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ എൻഡ് ഉണ്ടാ രണ്ടും ഒരുപോലെ വന്നിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനോ അല്ലെങ്കിൽ വൈഡായി പോകാനോ ഒട്ടും ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ആ ഒരു തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്കവിടെ കുഞ്ഞു കട്ടിങ്ങൊക്കെ ഇട്ടിട്ട് ആ ഒരു ക്ലോത്തിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ടിപ്സുമായിട്ടാണ് നമ്മൾ ഇനിയും വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മറക്കാതെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഈ ഒരു ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒഴുകുന്ന ക്ലോത്ത്, അതായത് ജോർജറ്റ്, ഷിഫോൺ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണിയുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഈ ഒരു ട്രിക്ക് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ഫ്രണ്ട് നെക്കായിരുന്നു ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നെക്കിനെ ബാക്ക് നെക്കിൻ്റെ ക്ലോത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നല്ല വശവും ഒരുമിച്ച് വെച്ചു. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ക്ലോത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരു സൈഡ് കേട്ടോ. എന്നിട്ട് അതേ സൈഡിൽ വരുന്ന ഫ്രണ്ട് പീസിൻ്റെ പോർഷൻ നല്ല വശവും ഒരുമിച്ച് വെക്കുക. ലൈനിങ് പീസിൻ്റെ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇച്ചിരി നൂലൊക്കെ ഇളകുന്ന ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് അത്രയും നല്ല കംഫർട്ടബിളായിട്ട് അത് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ നെക്കൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നെക്കിൽ ഒന്നോടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് അല്ലെങ്കിൽ നെക്കിൻ്റെ എൻഡിലായിട്ട് ഞാനിതൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. അല്ലെങ്കിലും നല്ല ഭംഗിയിൽ നമുക്ക് നെക്കൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു ലിങ്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണുള്ളത്. സ്ലീവ് നമ്മൾ ഫസ്റ്റിൽ തന്നെ സെറ്റാക്കി വെച്ചതുകൊണ്ട് നമുക്കതിൽ ജസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യൽ മാത്രമേ പണിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ അറിയാം കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. എന്നാൽ എനിക്കും കൂടി അത് ഒരുപാട് ഹെൽപ്ഫുള്ളാവുന്ന കാര്യമാണ്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ സെൻറ്ററിൽ ജോയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ക്ലോത്ത് വെക്കുക. എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഓരോ സൈഡും പിടിച്ച് നോക്കുക എവിടെ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വരിക എന്നുള്ളത്. അപ്പോൾ അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ടിങ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം. മറക്കാതെ അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടി എഴുതി അറിയിക്കണം കേട്ടോ. ഈ ഒരു സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ സ്ലിറ്റൊക്കെ തയ്ച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും കംപ്ലീറ്റ് വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീഡിയോസിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോസായിട്ട് വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.